തിരിച്ചു വരണം, തിരിച്ചു വന്നേ മതിയാകൂ നിവിൻ പോളിക്ക്. ആരാധകർ അക്ഷമയോടെ കാത്തുനിന്നിട്ടും വലിയ ഓളമൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയ ചില ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കിയ ക്ഷീണം മാറണമെങ്കിൽ നിവിന്റെ ഒരു മടക്കം അനിവാര്യമായിരിക്കുകയാണ്. സിനിമയിൽ വന്ന നാൾ മുതൽ ആരാധകരുടെ കണ്ണിലുണ്ണിയായി മാറിയ നടൻ തന്റെ പ്രേക്ഷകർക്ക് നൽകിയ സിനിമകൾ പലതും സൂപ്പർ ഹിറ്റുകളാണ്. എന്നാൽ അടുത്തിടെയായി നിവിന്റെ തിളക്കം കുറഞ്ഞതുപോലെയുണ്ട്. ഇടയ്ക്ക് സുഹൃത്തായ വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ഒരു കാമിയോ വേഷം ചെയ്ത് നിവിൻ തന്റെ സ്ക്രീൻ പ്രസൻസും അഭിനയ മികവും അടിവരയിടുകയുണ്ടായി. അതേ തുടർന്ന് കുറെ നല്ല ചിത്രങ്ങൾ വരുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എന്നതാണ് സത്യം. എന്തൊക്കെയായാലും മലയാളി പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച യുവതാരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് നിവിൻ പോളി. പ്രേമം, തട്ടത്തിൻ മറയത്ത്, ബാംഗ്ലൂർ ഡേയ്സ്, ആക്ഷൻ ഹീറോ ബിജു തുടങ്ങിയ ചിത്രങ്ങൾ എല്ലാം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ഈ ചിത്രങ്ങളിൽ ഒതുങ്ങുന്നില്ല നിവിൻ പോളി മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ച ചിത്രങ്ങളിലെ വിവിധ വേഷങ്ങൾ. പിന്നീട് വന്ന ചിത്രങ്ങൾ നിലവാരം കാണിച്ചില്ല എങ്കിലും പ്രേക്ഷക മനസ്സിൽ നിവിനുള്ള സ്ഥാനം അചഞ്ചലമായി നിലനിൽക്കുന്നുണ്ട്. അതിന് തെളിവാണ് അഖിൽ സത്യൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന സർവം മായ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ. താരത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചിത്രത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവെച്ചപ്പോൾ മുതൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാക്കുകയാണ്. ഒരു ഫാന്റസി, കോമഡി, ഹൊറർ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം ക്രിസ്മസ് ദിനത്തിൽ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നിവിൻ, അജു വർഗീസ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്നത്. എന്നും പ്രേക്ഷകർക്ക് ഓർത്തു ചിരിക്കാൻ പറ്റിയ നിരവധി നിമിഷങ്ങൾ സിനിമയിലൂടെ സമ്മാനിച്ച ഒരു ജോഡിയാണ് നിവിൻ പോളിയും അജു വർഗീസും. ഈ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ നർമ്മ നിമിഷങ്ങളും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നർമ്മത്തിനൊപ്പം തന്നെ ഭയമുളവാക്കുന്ന നിമിഷങ്ങളും ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാം. നിവിൻ പോളി, അജു വർഗീസ് എന്നിവർക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ജനാർദ്ദനൻ, മധു വാര്യർ, അൽതാഫ് സലീം, രഘുനാഥ് ഫലേരി, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയകുമാർ, രാജീവ് മേനോൻ എന്നിവരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ ഇറങ്ങിയതോടെ പ്രേക്ഷകർ എത്ര പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പ്രേക്ഷകർ കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന രൂപത്തിലാണ് നിവിൻ പോളി ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് എന്നത് കമന്റുകളിൽ നിന്നും വ്യക്തമാണ്. ഒരു നാടൻ വേഷത്തിൽ ചന്ദനക്കുറി അണിഞ്ഞാണ് നിവിൻ പോളി ചിത്രത്തിൽ എത്തുന്നത്. ആ പഴയ നിവിനെ കാണാൻ സാധിച്ചു എന്ന് നിരവധി കമന്റുകൾ ചിത്രത്തിന്റെ ടീസറിന് താഴെ കാണാൻ സാധിക്കും. പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചിത്രം എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. സർവം മായ എന്ന ചിത്രം കൂടാതെ നിവിൻ പോളിയുടെ മറ്റു സിനിമകളായ ഡിയർ സ്റ്റുഡൻസ്, ത്രില്ലർ ചിത്രമായ ബേബി ഗേൾ, തമിഴ് ചിത്രമായ ബെൻസ് തുടങ്ങിയവ അണിയറയിൽ ഒരുങ്ങുകയാണ്.